ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. തോബിത്തിന്റെ പുസ്തകം 13-ാം അധ്യായം 14-ാം വചനം നമ്മളിങ്ങനെയാണ് വായിക്കുക. നിന്നെ സ്നേഹിക്കുന്നവർ എത്രയോ അനുഗ്രഹീതർ, നിന്റെ ശാന്തിയിൽ അവർ സന്തോഷിക്കും. നിന്റെ കഷ്ടതയിൽ ദുഃഖിച്ചവർ അനുഗ്രഹീതർ, നിന്റെ മഹത്വം കണ്ട് അവർ ആനന്ദിക്കും, അവർക്ക് ശാശ്വത ആനന്ദം ലഭിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൽ ആനന്ദിക്കാൻ സാധിക്കുന്ന ആർക്കാണ്? അത് വിശുദ്ധാത്മാക്കൾക്കാണ്, രക്തസാക്ഷികൾക്കാണ്. അതായത് കർത്താവിൻ്റെ കഷ്ടതയിൽ പങ്കുചേരാൻ ജീവിതത്തിൻ്റെ സഹനാനുഭവങ്ങളിൽ അവനോട് ചേർന്നിരുന്നവർ, അവിടുത്തെ കഷ്ടതകളിലും അവിടുത്തെ പീഡാസഹനത്തിലും കുരിശുമരണത്തിലും അവിടുത്തോട് ഐക്യപ്പെട്ടവർ, പ്രിയപ്പെട്ടവരെ, അവർ കർത്താവിൻ്റെ ഉദ്ധാനത്തിൽ ആനന്ദിക്കും. കാരണം അവരുടെ ജീവിതങ്ങളിൽ ശാശ്വതമായ പ്രത്യാശയുണ്ട്. അതവർക്ക് നിലനിൽക്കുന്ന ആനന്ദം നൽകും. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഓരോ ജീവിതങ്ങളിലേക്കും വിശ്വാസം എന്ന് പറയുന്നതിൽ പിന്നിൽ നമ്മളെ താങ്ങുന്ന ഒരു പ്രത്യാശ വേണം. ആ ഒരു പ്രത്യാശയോടെ പ്രാർത്ഥിച്ചാൽ മാത്രമേ പ്രതിസന്ധികൾ നമ്മളെ തളർത്താതിരിക്കുകയുള്ളൂ, പ്രശ്നങ്ങൾ നമ്മളെ ബലഹീനരാക്കാതിരിക്കുകയുള്ളൂ. നമുക്കൊരു പവർ ഉണ്ടാകും, നമുക്കൊരു ശക്തി ഉണ്ടാകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വലിയൊരു അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിലേക്ക് നിറഞ്ഞാൽ മാത്രമാണ് ഒരു ശക്തി ഉണ്ടാകുക. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്തിന് തന്നെ ശക്തി നിൻ്റെ മേൽ ആവസിക്കുമെന്നാണല്ലോ ലൂക്ക 1:35 വചനത്തിൽ ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിലേക്ക് ലഭിച്ചാൽ ഞാനൊരു ശക്തിയുള്ള വ്യക്തിയായിട്ട് മാറും. ആ ഒരു ശക്തി മറ്റുള്ളവരെ ബലപ്പെടുത്താൻ ഉപയുക്തമായിട്ട് തീരും. നല്ല തീക്ഷ്ണതയോടെ ആത്മാവിൽ ജ്വലിക്കാനുള്ള ആഗ്രഹത്തോടെ നമ്മൾ ഈ നിമിഷങ്ങളിൽ ഇത് പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിൻ്റെ ശക്തി എൻ്റെ ഹൃദയത്തിലേക്ക് നിറയണമെന്ന് ആഗ്രഹിച്ച് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് കണ്ണുകളൊന്ന് അടച്ച് എല്ലാവരും മനസ്സിനെ ഏകാഗ്രമാക്കട്ടെ. നമ്മുടെ എല്ലാ അസ്വസ്ഥ ചിന്തകളും വെടിയട്ടെ. വിവിധ ഇടങ്ങളിലായിരുന്നോടെ ശുശ്രൂഷകൾ നമ്മൾ പങ്കുചേരുകയാണ്. ദൈവമക്കളെ, നല്ല ഏകാഗ്രതയോടെ തീക്ഷ്ണതയോടെ നമ്മൾ പ്രാർത്ഥിക്കണം. വെറുതെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരരുത്, അസ്വസ്ഥരായി നിൽക്കരുത്, അലസരായിട്ട് നിൽക്കരുത്. നമ്മൾ തീക്ഷ്ണതയോടെ കൂടെ കർത്താവിൻ്റെ വചനത്തിൻ്റെ കൂടുതൽ അന്തരാർത്ഥത്തിലേക്ക് എൻ്റെ ജീവിതത്തെ നയിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. കരങ്ങൾ കുപ്പി കണ്ണുകളടച്ച് ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിലേക്ക് വചനത്തിൻ്റെ കൂടുതൽ വെളിച്ചം നൽകുവാൻ അവിടുന്ന് തിരുമനസ്സാകണമേ. വചനത്തിൻ്റെ പ്രഭയാൽ എൻ്റെ ഉള്ള പ്രകാശപൂരിതമാകട്ടെ, എൻ്റെ ജീവിതം പ്രകാശപൂരിതമാകട്ടെ. അതുവഴി എൻ്റെ മനോഭാവങ്ങളും എൻ്റെ ചിന്താഗതികളും എൻ്റെ ഓരോ സംസാരങ്ങളും എൻ്റെ പ്രവൃത്തികളും ദൈവസ്നേഹ ചൈതന്യവും വിശുദ്ധിയും അഭിഷേകവും നിറഞ്ഞതായി മാറുവാൻ കൃപ ചെയ്യണമേ. ഓ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ അഗ്നിശക്തിയായി വ്യാപരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരോ മനസ്സുകളിലേക്കും ഇപ്പോൾ പരിശുദ്ധാത്മാവിന് ശക്തി നിറയട്ടെ, പരിശുദ്ധാത്മാവിന് അഗ്നി നിറയട്ടെ. ബലഹീനമായ ജീവിതത്തിലേക്ക് തളർച്ചകൾ സംഭവിച്ച ആത്മീയ മന്ദതയിലും മരവിപ്പിലുമായിരിക്കുന്ന ഓരോ ഹൃദയങ്ങളിലേക്ക്, എല്ലാവരുടെയും ചിന്തകളിലേക്ക് പരിശുദ്ധാത്മാവിന് ഒരു അഗ്നി ഇപ്പോൾ നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ ആവസിക്കട്ടെ. ഓരോ ജീവിതങ്ങളും ഉണരട്ടെ. ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, തളർന്നു പോകുന്ന എൻ്റെ ജീവിതത്തിലേക്ക് ശക്തിയായി അവിടുന്ന് ഇപ്പോൾ ആവസിക്കണമേ. ആരാധന, 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 ആരാധന. ആത്മശക്തി നിറയട്ടെ, ഒരു അഭിഷേകം ഒഴുകട്ടെ, ഒരു കൃപാദാനം നിറയട്ടെ. പരിശുദ്ധാത്മാവേ, ശക്തിയായി നിറയണമേ, അഗ്നിയായി ആവസിക്കണമേ, പ്രകാശപൂരിതമാക്കണം എൻ്റെ ജീവിതത്തെ. ആഗ്രഹത്തോടെ ആഗ്രഹത്തോടെ കൈകൾ താഴ്ത്തി കൈകൾ കൊട്ടി ചേർന്ന് പ്രാർത്ഥിക്കാം. നീ അയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ. ആമേൻ. അഗ്നി അയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ. ആദിയിലെപ്പോൾ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആദിയിലെപ്പോൾ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. ആമേൻ, ആമേൻ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ. ആമേൻ. അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ. കൈകൾ ഉയർത്തിക്കൊട്ടി ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. ഹല്ലേലൂയ. കൈകൾ വീശി ഹല്ലേലൂയ. എല്ലാവരും എല്ലാവരും ഹല്ലേലൂയ. മാലാഖമാരുടെ ചേർന്ന് സ്വർഗ്ഗവാസികൾ മുഴുവൻ സമൂഹത്തോട് ചേർന്ന് ത്രിത്വൈക ദൈവത്തെ ഉൾക്കണ്ണുകൾ കൊണ്ട് ദർശിച്ച് ആരാധിക്കുന്ന നിമിഷങ്ങളിൽ
ജീവിതത്തിലേക്ക് മുഴുവനും ഒരു ദൈവികമായ കൃപ നിറയാനുള്ള ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവിന് അഗ്നി നിറയട്ടെ, ശക്തി നിറയട്ടെ, വചനം വെളിപ്പെട്ട് കിടത്തെ. പ്രവാചകന്മാർക്ക് പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്താൽ വചനത്തിന് ഉൾപ്പൊരുളുകൾ വെളിപ്പെട്ട് കിട്ടിയ പോലെ വെളിപ്പെട്ട് കിട്ടാനുള്ള ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. കരമുയർത്തി അധരം തുറന്ന് ശക്തിയോടെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പിതാവേ, പുത്രനായ യേശുവിനെ നൽകിയതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യേശുവേ, പാപത്തിന്റെ കറ നീക്കുവാൻ അവസാനതുള്ളി രക്തം പോലും ചിന്തി എന്നെ സ്നേഹിച്ച അളവറ്റ സ്നേഹത്തിന് കാരുണ്യത്തിന് നന്ദി പറയുന്നു. റുഹായേ, എന്നിലിപ്പോൾ ആവസിക്കണമേ, എന്നിലിപ്പോൾ നിറയണമേ, അവിടുത്തെ ചൈതന്യത്താൽ എന്നെ പ്രകാശിപ്പിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവസ്നേഹത്തിൽ ആഴപ്പെടാൻ, പ്രത്യാശ എൻ്റെ ജീവിതത്തിൽ കൂടുതൽ വർദ്ധിപ്പിക്കാൻ കരുണയോടെ എന്നെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കിരിക്കാം. വലതുകരം ഉയർത്തി കൈയൊന്ന് വീശിക്കൊണ്ട് പറയാവോ ഹല്ലേലൂയ. ഹല്ലേലൂയ. തീഷ്ണതയോടെ ഒന്നുകൂടെ പറയാവോ ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുകളിലുള്ളവർ, ലോകം മുഴുവനും ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നു പോകും അല്ലേ. ഒത്തിരി സ്വകാര്യ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർ ഈ നാളുകളിലുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ സകല പ്രതീക്ഷയുടെ വാതിലുകളും അടയ്ക്കപ്പെട്ട് കിടക്കുന്ന പോലെ തോന്നുക. ഒരു ഉദയം പോലെ കാണാനില്ല, അസ്തമയം മാത്രം ഇങ്ങനെ കാണാനുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിലേക്ക് സാവധാനം ഇരുളിമ പടരുന്ന ഒരു സമയമാണിതല്ലേ. അപ്പം അങ്ങനെ പ്രത്യാശയുടെ ഒരു പ്രഭാത കിരണം കാണാനാകാതെ മനസ്സ് ആകുലപ്പെടുന്ന ഒരു നാളുകളിലൂടെ നമ്മുടെ ജീവിതങ്ങൾ കടന്നു പോവുകയാണ്. വിശ്വാസത്തിലൊക്കെ ഒരു മന്ദത, ഒരു മരവിപ്പ്, എവിടെയൊക്കെയോ ഒരു പിൻവലിയുന്ന അനുഭവങ്ങൾ നമുക്കൊക്കെ വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. പലരും പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ വിമർശനാത്മകമായിട്ടും നിരീശ്വര ചിന്തകരും യുക്തിചിന്തകരുമൊക്കെ പലതരത്തിൽ വിശ്വാസികളെ ആക്ഷേപിച്ചും ശുശ്രൂഷകളെ അധിക്ഷേപിച്ചുമൊക്കെ സംസാരിക്കുന്ന ഈ നാളുകളിൽ എവിടെയൊക്കെയോ ഒരു ഹൃദയഭാരം കൊണ്ട് ഒരു നോവ് തോന്നുന്നില്ലേ? അങ്ങനെയൊക്കെ നമ്മൾ അനുഭവിക്കുകയാണ്. സ്നേഹമുള്ളവരെ, പ്രത്യാശ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോവുക നമുക്ക്. ഇവിടാണ് കർത്താവിൻ്റെ ഉദ്ധാനം നമുക്ക് നൽകുന്ന ഒരു പ്രത്യാശ. ഉദ്ധിതനായ ഈശോയുടെ പ്രകാശത്തിൽ നമ്മൾ പന്തക്കുസ്തയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദിനങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അല്ലേ. അപ്പോൾ പന്തക്കുസ്തയുടെ അനുഭവം ഹൃദയത്തിൽ പേർക്കൊണ്ട് അപ്പസ്തോലന്മാർ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് അനുഭവിച്ച അതേ ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ എല്ലാം ജീവിതങ്ങളെ പൂരിതരാക്കാനുള്ള ഒത്തിരി ദാഹത്തോടെ ദൈവമക്കളെല്ലാവരും എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ വേരോട്ടങ്ങളുള്ള ജീവിതങ്ങളൊക്കെ ഒരുങ്ങുന്ന ദിനങ്ങളാണ് ഇത്. അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളായിട്ട് മാറ്റേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ദിനങ്ങളെ അനുഗ്രഹത്തിന്റെ കൃപയുടെ അഭിഷേകം നിറഞ്ഞ ദിനങ്ങളായിട്ട് രൂപാന്തരപ്പെടുന്ന സന്തോഷത്തോടെ എന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉണർവോടെ എന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മാവ് നിറയാൻ ദാഹത്തോടെ വലതുകരം എടുത്ത് ഒറ്റ ഹല്ലേലൂയ പറയാവോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പ്രകാശപൂരിതമാക്കണം. ഈ ദിവസങ്ങളിൽ ഞാൻ ഓർക്കുകയാണ്, UK ജോലി ചെയ്തുകൊണ്ടിരുന്ന അഭിഷേക് എന്ന് പറയുന്ന നേഴ്സിംഗ് ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരൻ, കോവിഡ് രോഗം അവനെ വല്ലാതെ ബാധിച്ച് അതിൻ്റെ ഒരു മൂർധന്യ അവസ്ഥയിലെത്തി. വീട്ടിൽ ഭാര്യയുണ്ട്, 2 കൊച്ചുമക്കളുണ്ട്. നിങ്ങൾ ഓർക്കണേ, കുടുംബം മുഴുവൻ അവിടാണ്. തനിക്ക് മാത്രമാണ് രോഗമെന്ന് അറിയത്തില്ല. മക്കൾക്കും രോഗത്തിൻ്റെ ആരംഭം എന്ന് തോന്നാവുന്ന ചില ലക്ഷണങ്ങളൊക്കെ കാണാനുണ്ട്. വല്ലാത്തൊരു ഭീതി ഉള്ളിൽ നിറഞ്ഞിരിക്കുക. ആ സമയത്ത് ഇവിടുത്തെ ഗായകനായ സാൻഡോയുടെ ഒരു സുഹൃത്ത് വഴി ഈ സഹോദരന് പ്രാർത്ഥനാ സഹായം യാചിക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ്, ഞങ്ങൾ ഇവിടെ നല്ല തീക്ഷ്ണതയോടുകൂടെ ഈ അഭിഷേക് എന്ന ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചു. അതുമാത്രമല്ല, ഒരു ആരാധനയുടെ സമാപനത്തിൽ ഇവിടെ നിന്ന് ഞങ്ങൾ അവനൊരു ആശീർവാദം കൊടുക്കുന്ന ഒരു വീഡിയോ എടുത്ത് അതങ്ങ് അയച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവർ, സംഭവിച്ച കാര്യം നമ്മുടെ യുക്തിചിന്തയിൽ ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരസ്പർശത്താൽ ആ മകൻ സൗഖ്യത്തിലേക്ക് കടന്നു വരിക. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിളിച്ചു പറഞ്ഞു, ഞാൻ ഏതാണ്ട് സാമാന്യം നല്ല ഒരു സൗഖ്യത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നലെ ഈ ചെറുപ്പക്കാരൻ UK നിന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ടു,
എൻ്റെ കുടുംബത്തിലുള്ളവർ സുരക്ഷിതരാണ്. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. വലതുകരം വെറുതെ ശക്തിയോടെ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. അതായത് ജീവിതത്തിൻ്റെ സമസ്ത പ്രതീക്ഷകളും അസ്തമിക്കുന്നിടത്ത് ഒരു മാനവരാശിക്ക് ദൈവം കൊടുക്കുന്ന പ്രത്യാശയാണ് ഉയർപ്പ് എന്ന് പറയുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സമസ്ത വാതിലുകളും അടയ്ക്കപ്പെടുന്നിടത്ത് അസ്തമയ സൂര്യനെ മാത്രം കാണാൻ ദൗർഭാഗ്യം ലഭിക്കുന്ന ജീവിതത്തിൻ്റെ ഇരുളിമയാർന്ന സായാഹ്നത്തിൽ നിന്റെ ജീവിതത്തിലേക്ക് പ്രത്യാശയുടെ ഒരു പുൽനാമ്പ് ഉടലെടുക്കുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ ഉദ്ധാനം എന്ന് പറയുന്നത്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രതീക്ഷയോടെ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്തുവിൻ്റെ മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യം, ആ കല്ലറയിൽ അവൻ്റെ ശരീരം അടക്കപ്പെട്ട് മുദ്ര ചെയ്യപ്പെട്ടപ്പോൾ പൂർത്തിയായി. പിന്നെ പ്രതീക്ഷയ്ക്കൊരു വകയുണ്ടോ? പക്ഷേ ആ ദൈവദൂതൻ പറഞ്ഞൊരു കാര്യമുണ്ട് മഗ്ദലനയോടും മറ്റുള്ളവരോടും ഒക്കെ. എന്താണ്? അവനിവിടെ ഇല്ല. നേരത്തെ അരുളി ചെയ്തിരുന്നത് പോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇവിടെ ഇല്ല. നമുക്കറിയാം, കല്ലറകളിലൊക്കെ നമ്മളിങ്ങനെ പേരുകൾ എഴുതി വെക്കാറുണ്ടല്ലേ. ഇവിടെ ഉണ്ട്, ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നു. ഇവിടെ പറയുന്ന കാര്യം അങ്ങനല്ല, ഇവിടെ ഇല്ല, പോയി. എങ്ങനെ? അരുളി ചെയ്തതുപോലെ എന്ന് പറഞ്ഞാൽ അവൻ്റെ വാഗ്ദാനം വിശ്വസ്തമാണെന്ന്, അവൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് അവൻ ഉയർത്തെഴുന്നേറ്റു. എന്തുപോലെ? നേരത്തെ അരുളി ചെയ്തിരുന്നത് പോലെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു ദൈവമകനും ദൈവമകളും ഒന്നാമത് വിശ്വസിക്കേണ്ട കാര്യമുണ്ട്. എന്താണ്? എൻ്റെ കർത്താവ് അരുളി ചെയ്ത വചനങ്ങൾ വാഗ്ദാനം പൂർത്തിയാക്കുന്ന സത്യവചനമാണ്. പ്രിയപ്പെട്ട ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ നമ്മളെ ഇങ്ങനെ അലട്ടുമ്പോൾ നിന്നിരുന്നതായ പ്രതലങ്ങൾ കുലുങ്ങി മറിയുന്ന സമയങ്ങളുണ്ട്. അതാണ് കർത്താവിൻ്റെ ഉയർപ്പിൽ സംഭവിച്ചത്. എന്താണ്? ഒരു ഭൂകമ്പം ഉണ്ടായി. അങ്ങനെയല്ലേ പറയുന്നത്? ഒരു ഭൂകമ്പം ഉണ്ടായി. നോക്കണേ, അതായത് എന്താണ് ഭൂകമ്പം? ആയിരിക്കുന്ന പ്രതലം മറിഞ്ഞു പോകുന്ന. ഇവിടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പോൾ ആയിരിക്കുന്ന പ്രതലം തകിടം മറിഞ്ഞു പോയി, ചവിട്ടി നിന്നിടം മാറിപ്പോയെന്ന്. പിന്നെന്ത് പ്രതീക്ഷ ജീവിതത്തിൽ പുലർത്താനുള്ളത്? ഇതാണ് രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷെ ഓർക്കണം, ആ പ്രതലം തകിടം മറിഞ്ഞ എന്തിനു വേണ്ടിയിട്ടാ? അതൊരു ഉദ്ധാനത്തിലേക്ക് നിന്റെ ജീവിതത്തെ നയിക്കാനാ. വിശ്വസിച്ച് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ നമ്മൾ വളരെ ബ്രീഫായിട്ട് ആർക്കാണ് ഈ ഉദ്ധാനത്തിൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നത് എന്നൊന്ന് ചിന്തിച്ചു പോവുകയാണ്. ഒന്നാമതായിട്ട് നമ്മൾ തിരിച്ചറിയുകയാണ്, അവിശ്വാസത്തിൻ്റെ ഇരുളിമ ബാധിച്ചവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നായത്. പെട്ടെന്ന് പറഞ്ഞു നോക്കാം. മർക്കോസിന്റെ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായം അതിൻ്റെ 9, 13 വചനങ്ങൾ നമ്മളിങ്ങനെ വായിക്കുക. ശ്രദ്ധിച്ചോണേ. ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു ആദ്യം മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. ഇവളിൽ നിന്നാണ് അവൻ 7 പിശാചുകളെ പുറത്താക്കിയത്. അവൾ ചെന്ന് അവനോടുകൂടെ ഉണ്ടായിരുന്നവരെ വിവരമറിയിച്ചു. അവർ ദുഃഖത്തിലാണ്ട് വിലപിച്ചിരിക്കുകയായിരുന്നു. അവൻ ജീവിച്ചിരിക്കുന്നെന്നും അവൾക്ക് കാണപ്പെട്ടു എന്നും കേട്ടപ്പോൾ അവർ വിശ്വസിച്ചില്ല. നോക്കണേ, രസകരമായിട്ട് തോന്നും അത്. നമ്മളോർക്കും, അതായത് അവൻ കാണപ്പെട്ടു, അവൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ അവർ വിശ്വസിച്ചു. അതിന് പറയുന്നത് എന്നാണെന്നറിയോ? അത് കേട്ടപ്പോൾ അവർക്ക് വിശ്വാസമില്ല. 16-ാം അധ്യായത്തിൻ്റെ തന്നെ 14-ാം വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അപ്പോൾ എന്താ പ്രശ്നം? 2 പ്രശ്നങ്ങളാണൊന്ന് വിശ്വാസരാഹിത്യം, രണ്ടാമതൊന്ന് ഹൃദയ കാഠിന്യം. ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഒരന്ധകാരത്തിൻ്റെ ഇരുളിമയാർന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നത് മറ്റൊന്നുമല്ല, മറിച്ചിതാ ഏത്? ഈ ഹൃദയ കാഠിന്യം, വിശ്വാസത്തിൻ്റെ മരവിപ്പ്. പ്രിയപ്പെട്ടവർ, ഇത് നമുക്ക് വലിയൊരു പ്രശ്നമാണ്. വീണ്ടും ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ തന്നെ 24-ാം അധ്യായം 11-ാം വചനത്തിൽ നമ്മൾ കാണുകയാണ്, അവർക്കാകട്ടെ ഈ കാര്യങ്ങൾ കെട്ടുകഥകൾ പോലെ തോന്നിയുള്ളൂ, അവർ അതിൽ വിശ്വസിച്ചില്ല. അപ്പോൾ മൊത്തം ഒരവിശ്വാസത്തിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നു? ഈ ഉദ്ധാനത്തിൻ്റെ ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നില്ല, ഒരു പ്രത്യാശയില്ല. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു കുടുംബത്തിലെ ഏതാനും ഡോക്ടേഴ്സ് ആയിരിക്കുന്ന മക്കൾ ഇവിടെ ധ്യാനത്തിന് വന്നു. ആ മക്കളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൻ്റെ ഒരു വെളിച്ചം പകർന്നു കൊടുക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും അവർ വളരെ നിരീശ്വര ചിന്തകരാണ്.
എല്ലാ കാര്യത്തെയും റാഷണലായിട്ട് കാണും. അങ്ങനെയുള്ള ആൾക്കാരില്ലേ, എല്ലാം ഇങ്ങനെ റാഷണലായിട്ട് കാണത്തുള്ളൂ. ഒരു വിശ്വാസത്തിൻ്റെ ഒരു തലവും അവരുടെ ജീവിതത്തിലില്ല, അതിൻ്റെ ഒരു നനവ് അവരുടെ ജീവിതത്തിലില്ല. എന്തൊരു ഗതികേടാണ്, ദയനീയ അവസ്ഥ. അത് പറഞ്ഞാൽ മതി. ഈ പിള്ളേർ ഒരു കാര്യത്തിൽ വിശ്വസിക്കുകയില്ല. ഇവിടെ സംഭവിച്ചിട്ടുള്ള അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ഒക്കെ റെക്കോർഡ് ഇങ്ങനെ ടെലിവിഷനിലൂടെ കാണിക്കുമ്പോൾ ഈ പിള്ളേർ അതിനെയൊക്കെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കും. ഇവർക്ക് ഇവിടെ ധ്യാന ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല, വചനം കേൾക്കാൻ ലെവലേഴ്സ് ഇഷ്ടമില്ല. ഇവർക്കിങ്ങനെ പുറത്തോട്ട് നടക്കാനായിട്ടൊക്കെ താല്പര്യം. ഇത് കണ്ട് വളരെയേറെ വേദനിച്ച നമ്മുടെ തീക്ഷ്ണതയുള്ള മദർഭൂമിയിലെ ശുശ്രൂഷകരെന്ന് അറിയാവോ, ഇവർ നല്ല ത്യാഗത്തോടുകൂടെ പരിത്യാഗപൂർവ്വം പ്രാർത്ഥിക്കാൻ തുടങ്ങി. പുറത്ത് മിറ്റിലിന് മുകളിലും ചരളിന് മുകളിലും ഒക്കെ മുട്ടുകുത്തു നിന്നും മുട്ടയിലഴഞ്ഞും ഒക്കെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്നേഹമുള്ളവർ, എന്താ സംഭവിച്ചെന്നറിയാവോ? ദൈവം ഇവരുടെ ജീവിതത്തിലേക്ക് വലിയ കാരുണ്യം ചൊരിഞ്ഞു. അവരുടെ ചില രോഗാവസ്ഥകൾ കർത്താവ് സുഖപ്പെടുത്തി. കണ്ണിന് വളരെ നേരിയ കാഴ്ച മാത്രമുള്ള ആ ഒരു മകളെ കർത്താവ് പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തി. അവരുടെ ജീവിതത്തിൽ ഒന്നിലധികം രോഗസൗഖ്യങ്ങളിലൂടെ, വചനത്തെ അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ സ്ഥിരീകരിക്കുന്ന കർത്താവിൻ്റെ ജീവിക്കുന്ന പ്രവൃത്തി കണ്ട ഈ മക്കൾക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവർ പരിപൂർണമായിട്ട് അടിയറ വെച്ചു. ധ്യാനം കഴിഞ്ഞ് ഇവിടെയുള്ള മുറികൾ മുഴുവൻ അടിച്ചു വാരി ക്ലീൻ ചെയ്തിട്ട് ആ മക്കൾ പോയ. പ്രിയപ്പെട്ടവർ, ചിന്തിച്ചു നോക്കിയേ, കർത്താവ് അവരുടെ ജീവിതങ്ങളെ വിടാനായിട്ട് മനസ്സായില്ല. ഇവിടെ പ്രത്യാശയുള്ള ഒരുപറ്റം പേരുടെ തീക്ഷ്ണമായ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവരുടെ ജീവിതങ്ങളിലേക്ക് ഒരു വിശ്വാസത്തിൻ്റെ വെളിച്ചം കർത്താവ് കൊടുത്തുവിട്ടു. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, കൃഷ്ണ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയുന്നത്, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഈ പ്രതിസന്ധികളിൽ ഉടലെടുക്കാം. അവിടെ ചെയ്യേണ്ടത് നമ്മൾ അസ്വസ്ഥരായിരിക്കുകയല്ല, പ്രാർത്ഥിക്കാതിരിക്കുകയല്ല. ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തിലുള്ളവർ ചിലപ്പോൾ ഈ വെളിച്ചം കിട്ടാതെ ഇങ്ങനെ ഇരിക്കുന്നവരുണ്ടാകും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ കുടുംബത്തിലെ മറ്റുള്ളവർ, വിശ്വാസത്തിൻ്റെ വെളിച്ചം കിട്ടിയവർ, അവർ പ്രാർത്ഥിക്കണം മക്കളെ. അവിടാണ് ദൈവത്തിൻ്റെ കാരുണ്യം അവരുടെ ജീവിതത്തിലേക്ക് ഒഴുകുക. അതുകൊണ്ട് ഉദ്ധാനത്തിൻ്റെ പ്രത്യാശ നമ്മളിൽ നിന്ന് മറച്ചു പിടിക്കുന്ന ഒന്നാമത്തെ കാര്യം അവിശ്വാസമാണ്. വലതുകരമേർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ വീശി പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ പ്രത്യാശയുടെ വചനം ഉള്ളിലേക്ക് നിറയ്ക്കണം. ജീവിതത്തിൽ പ്രത്യാശയുടെ വാതിലുകൾ അടയ്ക്കപ്പെട്ട് കിടക്കുന്ന മക്കള് മറ്റൊന്നുമല്ല ചെയ്യേണ്ടത്, അവരുടെ ജീവിതങ്ങളിൽ ദൈവാന്വേഷണത്തിൻ്റെ തുടക്കം കുറിക്കപ്പെടണം. നോക്കണേ, പത്രോസും യോഹന്നാനും കല്ലറയിലേക്ക് വന്ന് അവർ കല്ലറയുടെ മുകളിൽ നോക്കിയിരിക്കുകയല്ല ചെയ്തത്, മറിച്ച് അകത്തേക്ക് ഇറങ്ങി. അവൻ അവിടെ ഇല്ലെന്ന് ബോധ്യപ്പെട്ടു. ഞാൻ പറയുന്നത് യുക്തിയൊന്നും വേണ്ടെന്നൊന്നും അല്ല പ്രിയപ്പെട്ടവരെ, മറിച്ച് ഇതുപോലെ ദൈവാന്വേഷണത്തിൻ്റെ ഒരു പടി നിൻ്റെ ജീവിതത്തിൽ നീ വെക്കാൻ തയ്യാറായോ, നീ കർത്താവിനെ കണ്ടെത്തും. യോഹന്നാൻ 11:40, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. മാർക്കോസിന് സുവിശേഷം 9:23, വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. അതുകൊണ്ട് ഇങ്ങനെ നോക്കിക്കേ, ഒന്നാമത്തെ കാര്യം നിൻ്റെ ജീവിതത്തിൽ ഒരു വിശ്വാസമാണ്. രണ്ടാമത്, ആർക്കാണ് ഈ ഉദ്ധാനത്തിൻ്റെ അനുഭവം നഷ്ടപ്പെട്ടു പോവുക എന്ന് ചോദിച്ചാൽ പ്രത്യാശയില്ലാത്തവർക്ക്, നിരാശ ബാധിച്ചവർ. സങ്കീർത്തനം 77:7-8 വചനങ്ങൾ നമ്മളിങ്ങനെ വായിക്കുകയാണ്. കർത്താവ് എന്നേക്കുമായി എന്നെ തള്ളിക്കളഞ്ഞുവോ? അവിടുന്ന് ഒരിക്കലും എന്നിൽ പ്രസാദിക്കുകയില്ലേ? വീണ്ടും സങ്കീർത്തൻ്റെ 77:10, അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖകാരണം എന്ന് ഞാൻ പറഞ്ഞു. വിലാപങ്ങൾ പുസ്തകത്തിൻ്റെ 3:54 വെള്ളം എന്നെ മൂടിക്കളഞ്ഞു. അതായത് സമസ്ത പ്രതീക്ഷ അസ്തമിച്ചു, പൂർണ്ണ ഇരുളിമ. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 21 3 നമ്മൾ കാണുന്നുണ്ട്. പത്രോസ് പറയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുക. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോടത്ത് വരിക. പ്രതീക്ഷ മുഴുവൻ പോയി. ഇനിയിപ്പോൾ നോക്കിയിരുന്നിട്ട് എന്നാ കാര്യം? പഴയ പണി നോക്കാം. ആ പണി അറിയത്തില്ലാത്തവനും പോവുക. നോക്കണേ, ഒരു മനുഷ്യൻ്റെ അവസ്ഥയെ. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കാര്യം നോക്കിക്കേ. വചനം പറയാണ്, അവർ മ്ലാനവദനരായിരുന്നു. അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. ഇതൊക്കെ ഒരു ജീവിതത്തിൻ്റെ നിരാശയുടെ അന്ധകാരാവൃതമായ അവസ്ഥയാണ്. കണ്ടെത്താൻ പറ്റത്തില്ല കേട്ടോ അവർക്ക്. പ്രിയപ്പെട്ടവരെ, എന്നാണോ നിന്റെ ജീവിതത്തിൽ ഒരു പ്രത്യാശയുടെ പ്രഭാതരശ്മി കടന്നു വരാൻ വേണ്ടിയിട്ട് നീ ഉണരാത്തിടത്തോളം കാലം നിന്റെ ജീവിതം അസ്തമയത്തിലാ. പൗലോസ് റോമാക്കാർക്ക് ലേഖനത്തിൽ 5:5 ഓർമ്മിപ്പിക്കുന്നുണ്ട്, പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. യെശയ്യാ പ്രവചനം 60:1, ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് നിറയണം പ്രിയപ്പെട്ടവർ. കർത്താവിൻ്റെ പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് നിറയണം. പ്രതീക്ഷ മുഴുവൻ അറ്റുപോയി,
വിദേശത്ത് ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചതാണ്. ഇവിടെയാണേലും ഒരു കച്ചവടം നടത്താൻ വേണ്ടി ഇരുന്നതാണ്. വേറെ ചില സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിപ്പടുത്ത് വരുമായിരുന്നു. ഇനിയിപ്പോൾ എന്നാ ഉണ്ട്, ഇനിയിപ്പോൾ എന്നാ ചെയ്യും? കടബാധ്യതകൾ ഒരുപാട് കിടക്കുക, മറ്റ് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വേറെ കിടക്കുക. എങ്ങനെ ഇതൊക്കെ പരിഹരിക്കും? ഇതൊരു സങ്കടമാണ്. രണ്ടാമതൊരു കാര്യം, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന ഒന്നാണ് പ്രത്യാശയുടെ പ്രകാശം. അവിടെയാണ് കർത്താവ് പറഞ്ഞിരിക്കുക, മിഴികൾ ഉയർത്തി നോക്കുവിൻ. ഇതിനപ്പുറത്തേക്ക് ഒന്ന് കാണാൻ പറ്റണം. മൂന്നാമത് ഒരു കൊച്ചു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആർക്കാണിത് നഷ്ടപ്പെട്ടു പോയത് എന്ന് ചോദിച്ചാൽ, പുരോഹിതന്മാരും ഫരിസയരും നിയമജ്ഞരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വിഭാഗം യഹൂദർക്ക്, അവൻ്റെ എതിരാളികളായ ഒരു വിഭാഗത്തിന്, അവർക്കൊക്കെ ഇത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്ന അവർക്കൊക്കെ തന്നെയാണ് കേട്ടോ. ആരാണോ ഇങ്ങനെ വിരുദ്ധ ചിന്താഗതികളും വിപരീത നിലപാടുകളും ഒക്കെ ആയിട്ട് പോകുന്നത്, അത് ചിലപ്പോൾ നാസ്തികരായിരിക്കാം, നിരീശ്വരവാദികളായിരിക്കാം, യുക്തിചിന്തകരായിരിക്കാം, ചിലപ്പോൾ സഭയോട്, സഭാധികാരികളോട്, ചില വൈദികരോട്, സന്യസ്തരോടൊക്കെ ഇങ്ങനെ ഒരു വെറുപ്പിൻ്റെ പശ്ചാത്തലം സൂക്ഷിക്കുന്നവരാണ്. അവർക്ക് മുമ്പിൽ ഇങ്ങനെ അടയ്ക്കപ്പെട്ട കോട്ടകൾ കെട്ടിപ്പണിതിരിക്കുക. അപ്പോൾ അത് ആ കല്ലറ അടയ്ക്കപ്പെട്ടത്. ഒരിക്കലും ഒരു ഉദ്ധാനത്തിൻ്റെ അനുഭവമില്ല കേട്ടോ. ദൈവമക്കളെ, നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, ഈ ഉദ്ധിതനായ മിശിഹ നൽകുന്ന ഒരു പ്രത്യാശ അതിനപ്പുറത്തേക്ക് നിൽക്കുന്നത്. നീ ഇന്നും ആ അടയ്ക്കപ്പെട്ട കല്ലറയുടെ അവസ്ഥ കിടക്കരുത്. നീ ഇന്നും ആ മതിലുകൾ തീർത്തതിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കരുത്. നിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ഉദ്യാനത്തിൻ്റെ ഉഷസ് കാണാൻ നിനക്കാവില്ല. തിരിച്ചറിഞ്ഞോണം ഇക്കാര്യം. അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്താൽ നമ്മൾ പരിപോഷിപ്പിക്കപ്പെടണം. ചില വ്യക്തികളൊക്കെ ചില പാപത്തിൻ്റെ അസ്വസ്ഥ കിടക്കുക. ഓർക്കണേ, പാപം എവിടെ വർദ്ധിക്കുന്നോ അവിടെ പാപം, രോഗം അത് 10 ഇരട്ടിയായിട്ട് വർദ്ധിക്കും. മറന്നുപോകണ്ടേ ഈ സത്യത്തെക്കുറിച്ച്. പാപത്തിൻ്റെ വർധനവ് ലോകത്തിൻ്റെ നാശമാ. തിരിച്ചറിയണം സത്യത്തെക്കുറിച്ച്. ബോധ്യമുള്ള ദൈവമക്കൾ എന്ത് ചെയ്യണം? ചങ്കുവെട്ടിക്കരയണം. ഞാൻ പറഞ്ഞു വെക്കും, ലോകത്തിൽ പെരുകുന്ന പാപത്തെ അതിജീവിക്കുന്ന ദൈവത്തിൻ്റെ കരുണയൊഴുകാൻ ബോധ്യമുള്ള ദൈവമക്കള് ദൈവകാരുണ്യത്തിന് വേണ്ടി ചങ്കുപൊട്ടി കരയേണ്ട നാളുകളായത്. എങ്കിലേ ദൈവത്തിൻ്റെ കാരുണ്യം ഒഴുക്കപ്പെടുകയുള്ളൂ. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന, നിരീശ്വര ചിന്തകൾക്ക് അടിമപ്പെട്ടു പോകുന്ന അവിശ്വാസികളായ ഒരുപറ്റ ആളുകളുടെ ഇടയിൽ ജീവിക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ പ്രകാശം കെടുത്തിക്കളയാനാകാത്ത വിധം ഞാൻ കർത്താവിൻ്റെ സംരക്ഷണത്തിൽ വസിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സംരക്ഷണത്തിലായിരിക്കണം. ഈ ദിനങ്ങളിൽ വെറുതെ അലസമായ സമയം നഷ്ടപ്പെടുത്തി കളയരുത്. കുടുംബത്തിലായിരുന്നുകൊണ്ട് ബൈബിൾ നന്നായിട്ട് വായിക്കണം. കുടുംബത്തിലായിരുന്നുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഒരു കുടുംബം ഒരുമിച്ച് ചേർന്ന് കുടുംബ പ്രാർത്ഥനയും മറ്റ് പ്രാർത്ഥനകളുമൊക്കെ നടത്തണം. ഒരു കുടുംബം ഒരുമിച്ച് ചേർന്ന് ആത്മീയ ശുശ്രൂഷകളിൽ, ഓൺലൈൻ കുർബാനകളിലും മറ്റെല്ലാ ധ്യാനങ്ങളിലും പ്രാർത്ഥനകളിലും ഒക്കെ പങ്കുചേരണം. ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തെ പ്രകാശിപ്പിക്കുന്ന, ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ ആത്മീയമായി പരിപോഷിപ്പിക്കുന്ന. എവിടെയൊക്കെ മരവിപ്പും മന്ദതയും ബാധിച്ചിട്ടുണ്ടോ, എവിടെയൊക്കെ നിരാശയുടെ ഇരുളിമ ബാധിച്ചിട്ടുണ്ടോ, എവിടെയൊക്കെ അവിശ്വാസത്തിൻ്റെ അസ്തമയ സൂര്യൻ ഇങ്ങനെ താന്നു പോകുന്നുണ്ടോ, അവിടെയൊക്കെ പ്രത്യാശയുടെ പൊൻകിരണങ്ങൾ പകർന്നു തന്നുകൊണ്ട് പ്രഭാത സൂര്യൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഉദിച്ചുയരണം. അതുകൊണ്ട് നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ആ പ്രത്യാശയുടെ സങ്കീർത്തനം കർത്താവിനെ പോലെ ആലപിക്കാൻ ഒരു അഭിഷേകം തരണമേ എന്ന് നമ്മൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. ആ ഒലിവുമലയിലേക്ക് അവൻ കടന്നു പോകുമ്പോഴും സ്തോത്രഗീതം ആലപിച്ചു എന്നൊക്കെ പറയുന്നതിൻ്റെ സത്യം എന്താണ്? പൗലോസ് സീലാസും തടവറയിൽ കിടക്കുമ്പോൾ കർത്താവിൽ ആനന്ദിച്ച് ആഹ്ലാദിച്ചു എന്ന് പറയുന്നതിൻ്റെ വാസ്തവം എന്താണ്? അത് ആ ദൈവിക പദ്ധതിയിലുള്ള വിശ്വാസമാണ്. നമുക്ക് മിഴികൾ പൂട്ടാം. ഒരു നിമിഷക്കരങ്ങൾ കൂപ്പി സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ എന്നെ അലട്ടുമ്പോൾ, വിശ്വാസ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉയരുമ്പോൾ മനസ്സൊരുപാട് തളരുന്നു. എൻ്റെ വിശ്വാസം ക്ഷയിക്കുന്നു. എന്നുള്ള തീക്ഷ്ണത അസ്തമിച്ചു പോകുന്നു. വരുന്ന ആളുകളെക്കുറിച്ച് സകലതും പ്രവചനാതീതമായി തോന്നുമ്പോൾ കർത്താവെ, കെട്ടിപ്പൊക്കിയ സ്വപ്നങ്ങളൊക്കെ മുഴുവൻ ചീട്ടുകൊട്ടാരം പോലെ എന്നിൽ തകർന്നു പോകുന്നു. ഈശോ, എൻ്റെ ജീവിതത്തെ നീ ഒന്ന് തൊടണം. എൻ്റെ ജീവിതത്തെ നീ ഒന്ന് സ്പർശിക്കണം. ഒരു പുതിയ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണം. ഒരു പുത്തൻ ചൈതന്യം കൊണ്ട് എന്നെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കണം. കർത്താവേ, ഒരു കൃപാവരത്തിന് നിറവെന്നിലേക്ക് നീ പകരണം. ഈശോ, അങ്ങേ കാണാൻ, അങ്ങേ അനുഭവിക്കുവാൻ എൻ്റെ ജീവിതത്തെ പര്യാപ്തമാക്കണമേ. ഒരു പുതിയ വെളിച്ചം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ഒരു പ്രത്യാശയുടെ പ്രഭാതം കാണുവാൻ എൻ്റെ ബലഹീന ജീവിതത്തെ നീ കരുണയോടെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ബലഹീനമായ എൻ്റെ ജീവിതത്തിലേക്ക് പ്രത്യാശയുടെ ശക്തി പകരണമേ. വിശ്വാസത്തിൻ്റെ ചൈതന്യം പകരണമേ. ദൈവസ്നേഹാനുഭവത്തിൻ്റെ ആഴത്തിലേക്ക് എന്നെ നയിക്കണമേ.
നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും. ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ. നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ്റെ ദൈവം. നീ എൻ ദൈവം. ഒരിക്കൽ കൂടെ ഉറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച്, നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും, നീ എൻ്റെ പ്രാണനാഥൻ, നീയാണ് എൻ്റെ ദൈവം. നീ എൻ ദൈവം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നീ എൻ ദൈവം. എന്നിലൊരു വിശ്വാസത്തിൻ്റെ ശക്തി നീ പകരണമേ. എൻ എൻ്റെ ദൈവം. ബലഹീനതകളിൽ നീ ബലമായി മാറണമേ. എൻ്റെ പരാജയങ്ങളിൽ എൻ്റെ ജീവിതത്തിലേക്ക് നീ വിജയക്കൊടി കൈമാറണമേ. ഈശോ, നിന്നിൽ ആശ്രയിച്ച് എൻ്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാൻ കൃപ നൽകണമേ. കർത്താവായ യേശുക്രിസ്തു എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.